أيام معدودات. فمن كان منكم مريضا أو على سفر فعدة من أيام أخر. وعلى الذين يطيقونه فدية طعام مسكين. فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من فمن شهد منكم الشهر فليصمه. ومن كان مريضا أو على سفر فعدة من أيام أخر. يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. ജസാക്കല്ലാഹ് ബ്രദർ ഹംദാൻ. അപ്പം ഇൻഷാല്ലാ അടുത്ത നമ്മൾ ടോക്കിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ സ്പീക്കറായിട്ട് കിട്ടിയത് ബ്രദർ ഷാനവാസ് ഖാലിദ് സാഹിബാണ്. അദ്ദേഹം നാട്ടില് കണ്ണൂർ നേറ്റീവാണ്. നിലവില് ഖത്തറിൽ നമ്മുടെ തന്നെ പ്രസ്ഥാനത്തിന്റെ വക്ര സോൺ ഹൽക്ക നാദിം കൂടിയാണ്. മാത്രമല്ല എല്ലാ ആഴ്ച നടക്കുന്ന വീക്ക്ലി ഖുറാൻ ക്ലാസ് എന്ന ഖത്തറിലത്തെ ഒരു ഖുറാൻ സ്റ്റഡി സർക്കിളിന്റെ ഹെഡും കൂടിയാണ് അദ്ദേഹം. അപ്പം ഇൻഷാല്ലാ നമ്മള് ഒരു 40 മിനിറ്റ്സ് ടോക്കും അതിന്റെ ശേഷം ഒരു 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ടോക്കിന്റെ ശേഷം ചാറ്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ഇൻഷാല്ലാ സ്പീക്കറോട് ചോദിക്കും. അപ്പം ടോക്കിന് വേണ്ടി ബ്രദർ ഷാനവാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ നോക്കി നോക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവന്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മള് പടച്ചവന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു റമദാൻ കൂടി നോറ്റുവീട്ടാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു അനുഗ്രഹിച്ചാൽ അതുണ്ടാകും. അള്ളാഹു നമ്മളെയൊക്കെ ആ റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ. റമദാനിന് മുന്നേ ഇത്തരം പ്രീ ടോക്കുകള്, പ്രിപ്പറേഷൻ ടോക്കുകള്, പിന്നെ മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകള് പൊതുവിൽ ഗൾഫിലൊക്കെ വളരെ സാധാരണയാണ്. പിന്നെ അതേപോലെ നാട്ടിലും ഇപ്പം പണ്ട് കാലത്തില്ലാത്ത പോലെ ഇപ്പൊ ഇത്തരം ക്ലാസ്സുകൾ ധാരാളമാണ്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാല്, അതിന്റെ ഒരു സ്ട്രക്ചർ ആലോചിച്ചു കഴിഞ്ഞാല്, ആരാധനാ കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ മനസ്സുകൊണ്ട് ഒരുങ്ങുക, മൈൻഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് എന്ന് കാണാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ വുളു എടുക്കുന്നതും ഇഖാമത്ത് കൊടുക്കുന്നതും ഒക്കെ ആ നമസ്കാരം എന്ന വളരെ വലിയൊരു കാര്യം, അള്ളാന്റെ സാമീപ്യത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ മറ്റു ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് വുളു എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഹജ്ജിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഹജ്ജിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവുകയല്ല ചെയ്യുന്നത്. ഹജ്ജിന് മുന്നേ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടി മനസ്സുകൊണ്ട് ഒരുങ്ങുക എന്നുള്ളത് ആരാധനാ കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മളെ തന്നെ
ഓർമ്മിപ്പിക്കുന്ന ഒരു റിയലൈസേഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൊണ്ട് നമ്മൾ നോമ്പിലേക്ക് റമദാനിലേക്ക് കടക്കും. ഈ ഒരു സമയം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ്. കുറച്ച് ചിന്തകൾ അതുമായി നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നോമ്പിന്റെ മഹത്വത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ധാരാളം കേൾക്കും, ഇനിയും കേൾക്കും, നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഞാൻ കുറെ കൂടി ആ നോമ്പ് എങ്ങനെ നമുക്ക് കുറെ കൂടെ ബെനിഫിഷ്യൽ ആക്കാം, എങ്ങനെ കുറച്ചും കൂടെ ഉപകാരപ്രദമാക്കാം, എന്താണ് നമുക്ക് അതിൽ വരുന്ന വീഴ്ചകൾ എന്ന് കുറച്ചും കൂടി ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് ആരാധനകളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമില് ഇബാദത്തുകളും മുആമലാത്തുകളും ഉണ്ട്. എന്ന് വെച്ചാൽ ആരാധനാ കർമ്മങ്ങളായിട്ട് തന്നെ നമുക്ക് നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇത്തരം കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ ജീവിതത്തിൽ കുറെ നിയമങ്ങൾ, മുആമലാത്തുകൾ വേറെയുമുണ്ട്. ഈ ആരാധനാ കർമ്മങ്ങൾ നോക്കിയാൽ മറ്റു മതങ്ങളിലൊക്കെ നമുക്ക് ആരാധനാ കർമ്മങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ദിവസവും ടൈം ബൗണ്ടായി ആരാധനകൾ ചെയ്യുന്ന, ഇത്രയും അളവിൽ ഫ്രീക്വന്റ് ആയിട്ട് ആരാധനകൾ ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയെ, മറ്റൊരു റിലീജിയസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. നമ്മളത്ര ആരാധനകൾ നിർവഹിക്കുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയെ കാണാൻ കഴിയില്ല. എനിക്ക് എന്നോടും പിന്നെ നമുക്ക് നമ്മളോടും ചോദിക്കേണ്ടുന്ന, ഞാൻ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഇത്രയും ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചിട്ട് അത് നമ്മളിൽ വരുത്തുന്ന മാറ്റം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ചാലേ, നമ്മൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഏകദേശം 1000-ലധികം നോമ്പെടുത്തിട്ടുണ്ടാവും ഒരു 40 വയസ്സൊക്കെ ആയ ആൾക്കാര്. ഒരു 1000 നോമ്പെടുത്ത ഒരാളും ഇതൊന്നും എടുക്കാത്ത മറ്റൊരാളും ഒരു ജോലി നഷ്ടപ്പെടുന്ന സന്ദർഭത്തില്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റില് പിന്നെ പരസ്പരം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, ഈ നോമ്പ് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ പേഴ്സണാലിറ്റിയിൽ, അയാളുടെ എത്തിക്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഒരു സെൽഫ് ക്രിട്ടിക്കലായി ആലോചിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയില്ല. വേറൊരാള് നോമ്പെടുക്കാത്ത ഒരാൾ ജോലി നഷ്ടപ്പെടുമ്പോൾ തളരുന്നതിനേക്കാൾ മുന്നേ നമ്മൾ നോമ്പെടുത്ത നമ്മൾ തളരുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ആഴത്തിൽ ആലോചിക്കുന്ന കാര്യമാണ്. നമസ്കാരത്തിന്റെ കാര്യം ഇതിലും പ്രശ്നമാണ്. കാരണം നമസ്കാരം നമ്മൾ ഏകദേശം ഒരു 55,000 60,000 തവണയൊക്കെ നമസ്കരിച്ചവരായിരിക്കും നമ്മൾ ജീവിതത്തിൽ. ഒരു 40 വയസ്സൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇത്രയും നമസ്കരിക്കുന്ന നമ്മളും നമസ്കരിക്കാത്ത ഒരാളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിനെ പൊതുവിൽ എടുത്തു കഴിഞ്ഞാൽ മറ്റു കമ്മ്യൂണിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ആരാധനകൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത്, ആ മാറ്റം നമ്മളിൽ വരുത്തുന്നില്ല, എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു ഗ്യാപ്പ് അതിലുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പം മൊത്തത്തിൽ നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാല് മോസ്റ്റ് സിസ്റ്റമാറ്റിക്കലി പെർഫോംഡ് ആൻഡ് ദ ലീസ്റ്റ് ബെനിഫിറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പിന്നെ ചുരുക്കി പറയാം. വെച്ചാൽ എത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുകയും ലീസ്റ്റ് ബെനിഫിറ്റ് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോമ്പടക്കം ഇത്രയും റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ട് എന്തുകൊണ്ടാണ് അത് നമുക്ക് ഉപകാരപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാരണങ്ങൾ, കുറെ റീസൺസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ 1-2 റീസൺ. ഒന്ന്, നമ്മുടെയൊക്കെ ഒരു മദ്രസ സിലബസുകളിൽ നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത് ഹൗ ആണ്, വൈ അല്ല എന്ന് കാണാൻ പറ്റും. എങ്ങനെയാണ് ഒരു ആരാധനാ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്ങനെ നോമ്പെടുക്കണം, എന്തിനാണ് നോമ്പെടുക്കുന്നത്, വൈ എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇത് പിന്നെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യത്തിലും നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് നിങ്ങള് പിന്നെ ഇസ്ലാം ഒരു മുസ്ലിം കുട്ടി, ചെറിയ കുട്ടിനോട് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ചെറിയ കുട്ടിയും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ ഒരു 55-60 വയസ്സായ ഒരു മുസ്ലിമിനോട് എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 70% ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പൊ വൈ, എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന് ക്ലിയർ ആകാത്തതിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് മീൻസും എൻഡും തമ്മിൽ നമ്മൾ പിന്നെ മിക്സ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും മാർഗത്തെ ലക്ഷ്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് കാണാൻ പറ്റും. മാർഗവും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ട്രാവലിംഗ് മാർഗമാണ്, മീൻസ് ആണ്. എൻഡ് എന്ന് പറയുന്നത് അവിടെ എത്തലാണ്. നമ്മൾ പലപ്പോഴും മീൻസിനെ എൻഡായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇസ്ലാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മവും സ്വയം തന്നെ ലക്ഷ്യമല്ല എന്ന് കാണാൻ കഴിയും. സ്വയം നമസ്കരിക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല.
നോമ്പെടുക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ നമസ്കരിക്കുന്നത് തന്നെ ലക്ഷ്യമായി കണ്ടതുകൊണ്ട് നമസ്കരിച്ച് സലാം വീട്ടുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടും. അത് അൽഹംദുലില്ലാ നല്ലതാണ്. പക്ഷേ ആ നമസ്കരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്ത് സ്വഭാവമായാലും ആ നമസ്കാരത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പിന്നെയും ഉണ്ടാവും. കാരണം നമ്മൾ നമസ്കാരത്തിന്റെ കാണുന്നത് ലക്ഷ്യമായിട്ടാണ്, മാർഗമായിട്ടല്ല എന്നത് കാണാം. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാല് നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. 2 ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. ഇന്ന സ്വലാത്ത, നമസ്കാരം എന്ന് പറയുന്നത് ളുഹ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അസർ വരെയുള്ള ജീവിതത്തിൽ തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ, തിന്മകളിൽ നിന്ന് നമ്മൾ അതിനെ പിടിച്ചു നിർത്തുക, അതാണ് അതിന്റെ ലക്ഷ്യം. മാർഗം എന്ന് പറയുന്നത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ നോമ്പെടുക്കുന്നത് തന്നെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുന്നതിന്റെ ഒരു പ്രശ്നം ഇതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാ ആരാധനാ കർമ്മങ്ങളും അസ്വാഭാവികമായ ചലനങ്ങളാണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഒരു പ്രത്യേക സമയത്ത് നമ്മൾ കുമ്പിടുന്നു, പിന്നെ കുനിയുന്നു, ഒരു പ്രത്യേക രാജ്യത്ത് പോയിട്ട് 7 പ്രാവശ്യം തിരിയുന്നു, പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നു, കഴിക്കാതിരിക്കുന്നു. അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്, നമ്മുടെ നോർമൽ ലൈഫിലെ മൂവ്മെന്റ്സ് അല്ല. ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിന്റെ അർത്ഥവും കൂടി അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു മെഷീൻ പോലെ വളരെ യാന്ത്രികമായിട്ട് അത് ചെയ്തു തീർക്കുന്നതിന്റെ ഒരു പ്രശ്നം അതിലുണ്ടാകും എന്ന് കാണാൻ കഴിയും. എന്തിനാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് നിർബന്ധമായും ഗൗരവത്തിൽ ആലോചിച്ച് പഠിക്കേണ്ടുന്ന വിഷയം. കാരണം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രശ്നത്തെയും അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരാധനാ കർമ്മങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. എന്തിനാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്പീഡ് ബ്രേക്കർ ആണ് ആരാധനാ കർമ്മങ്ങൾ. നമ്മള് ളുഹ്റിന് മുതൽ അസർ വരെ ഉള്ള ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ അഴുക്കും പേര് നടക്കുകയായിരുന്നു. അപ്പം അള്ളാഹു ഒന്ന് നിർത്തി, ആ ജീവിതത്തിനെ ഒന്ന് നിർത്തി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് റീകാലിബ്രേറ്റ് ചെയ്ത് നമ്മളെ ഒന്നും കൂടി ജീവിതത്തിന്റെ ലക്ഷ്യം ഓർപ്പിക്കുന്നതാണ് നമസ്കാരങ്ങൾ. നിങ്ങൾ നോമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. 11 മാസം നമ്മളെല്ലാ അഴുക്കുകളും പേര് വളരെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയാണ് എന്ത്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്ത് നമ്മളെ കുറിച്ച് ആലോചിക്കണം. ആ ഒരു മൊമെന്റ് ആണ് ആരാധനാ കർമ്മങ്ങൾ. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ലൈഫാണ്. ജീവിതത്തിന്റെ പ്രതീകാത്മകമായ പ്രതിനിധാനമാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും. സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ബാക്കിലാണ് മീനിങ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പം പോലീസില് സല്യൂട്ട് ചെയ്യുന്നത് സിംബോളിക് ആണ്, പക്ഷെ അതിന്റെ ബാക്കിൽ ഒരു മീനിങ് ഉണ്ട്. നമ്മളെ ഉപ്പ ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്നത് ഒന്നും പറയാതെ തന്നെ എണീറ്റ് നിൽക്കുന്ന ആൾക്കും വരുന്ന ആൾക്കും അറിയാത്ത റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ആ എണീറ്റ് നിൽക്കുന്നത് സിംബോളിക് ആണ്, അതിന്റെ ബാക്കിലെ മീനിങ് ആണ്, റെസ്പെക്റ്റ് ആണ് എന്താണ് നമ്മൾ അറിയേണ്ടത്. ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സിംബോളിക് ആണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഹജ്ജിന് പോയി കഴിഞ്ഞാല്, ഹജ്ജിന് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കല്ലെറിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കല്ലെറിയുന്നത് തന്നെ വലിയ സംഭവമായിട്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കല്ലെറിയുന്നത് പ്രതീകാത്മകമാണ്. എന്താണ് നമ്മൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ട് എവിടെയൊക്കെ ഇബ്ലീസ് നമ്മളെ തടയാൻ വന്നു കഴിഞ്ഞാലും അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും എന്ന് നമ്മൾ പ്രതീകാത്മകമായി. ഇതേപോലെയാണ് നമസ്കാരം. നമ്മൾ സുജൂദ് ചെയ്യുന്നത്, ആ നമസ്കാരത്തിന് ശേഷം ജീവിതത്തിൽ എവിടെ നമ്മൾ എന്ത് നിലപാടെടുക്കുമ്പോഴും ആ സുജൂദിന്റെ ആറ്റിറ്റ്യൂഡിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ പ്രതീകാത്മകമായി കാണിക്കുകയാണ്. അതേപോലെയാണ് നോമ്പും. നോമ്പിൽ ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതിനും പ്രത്യേകം അർത്ഥം, അതൊരു സിംബോളിക് ആണ്, അതിന്റെ ബാക്കിലുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ ഉപകാരപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു സെക്യുലർ എൻവയറമെന്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരാധനാ കർമ്മങ്ങളും ജീവിതവും രണ്ടായിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറ്. മുസല്ലയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഭയങ്കര ആത്മീയത ആയിരിക്കും, അതേസമയം നമ്മൾ വണ്ടി ഓടിക്കുമ്പം, ഒരാളോട് പെരുമാറുമ്പം, ഒരാളോട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഈ ആരാധനയായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന എല്ലായിടങ്ങളും ജീവിതത്തിന്റെ ചൂടിലാണ്. ജീവിതത്തെ മാറ്റാനാണ് വളരെ സുന്ദരമായി ഇസ്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആരാധനകൾ എന്ന് കാണാൻ കഴിയും. ശരിക്കും നമ്മള് ഈ ആരാധനകൾ കൊണ്ട് ജീവിതത്തിൽ മാറ്റം കാണാത്തത് കൊണ്ട് തന്നെ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇയാൾ ഭയങ്കര റിച്വൽസ് ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഫുൾ കള്ളത്തരാണ് പറയുന്നത്. കാരണം അവർക്ക് തന്നെ ഇതൊരു റിച്വൽ ആയിട്ടുള്ള ഭയങ്കര ആചാരമുള്ള ഒരു മതം, ഒരു മീനിങ് ഇല്ലാത്ത മതമായിട്ട് അവർക്ക് തന്നെ തോന്നാനുള്ള ഒരു കാരണം ഇതാണ് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മള് ഈ ഒരു
ഫേസ് വെച്ചുകൊണ്ട്, ഈ ഒരു ആമുഖം വെച്ചുകൊണ്ട് നോമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് നോമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിനു മുന്നേ ഒരു ഉദാഹരണം. നമ്മുടെ ജീവിതം നോമ്പിന് മുന്നേ ഉള്ള ഒരു മാസം ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. നോമ്പിന്റെ ഒരു മാസം അയാൾ റെക്കോർഡ് ചെയ്യാണ്, നോമ്പിന് ശേഷമുള്ള ഒരു മാസവും അയാൾ റെക്കോർഡ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ മൊത്തത്തിൽ 3 മാസത്തെ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാല് നമുക്ക് തന്നെ അതിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പിന് മുന്നേ നമ്മളെ നമസ്കാരങ്ങള്, ദിക്റുകള്, ഖുർആൻ ഓത്തുകളൊക്കെ ഒരു ആവറേജ് രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം നോമ്പിന്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ കംപ്ലീറ്റ്ലി മാറുകയാണ്. അതിന് മുന്നേ ഇല്ലാത്ത വേറെ തന്നെ ഒരാളായി മാറുകയാണ്. ഹൈർ നല്ലതാണ്, അൽഹംദുലില്ലാ. നമ്മൾ അള്ളാഹുവോട് പ്രൂവ് ചെയ്യണം എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയും. സുബഹിക്കൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പള്ളിയിൽ പോലും സ്ഥലമില്ലാത്ത അത്രയും ആളുകൾ നോമ്പിന് വരും. ഖുർആൻ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഓതാൻ ഒരു ഖുർആൻ പോലും നമുക്ക് കിട്ടുകയില്ല. അത്രയും ആൾക്കാർ, ഭയങ്കരമായിട്ടുള്ള മാറ്റം, അൽഹംദുലില്ലാ ഹൈറാണ്. പക്ഷെ പ്രശ്നം എവിടെയാണ്? റമദാൻ കഴിഞ്ഞിട്ടുള്ള 1ാമത്തെ ദിവസം മുതൽ നമ്മൾ പഴയ വഴിയിലേക്ക് പോകുന്നു എന്നുള്ളതിൽ എന്തോ ഒരു കോൺട്രഡിക്ഷൻ, എന്തോ ഒരു വൈരുദ്ധ്യം, എന്തോ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇസ്ലാം ലോജിക്കലി നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ അള്ളാഹു അതിൽ പറയുന്നുള്ളൂ. നമുക്ക് ശരിക്കും ഒരു സത്യസന്ധതയും ഇല്ലാതെ, ഒരു എന്തോ മനസ്സിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒരു വല്ലാത്ത മാറ്റം ഉള്ള ഒരു സംഭവത്തെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയില്ല. എന്തോ ഒരു പ്രശ്നം അതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോമ്പ് എന്താണ്? ഖുർആനിലെ നോമ്പിനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു വചനം, ഒരു ഖുർആൻ ആയത്ത്, വഅൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കുക, അത് നിങ്ങൾക്ക് ഭയങ്കര ഹൈറാണ്. പക്ഷെ ആ ആയത്ത് അവസാനിക്കുന്നത് ഇൻ കുൻതും തഅലമൂൻ എന്നാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിലാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. എന്ന് വെച്ചാൽ നോമ്പ് എന്താണ് എന്ന് അറിയുമ്പോഴാണ് അത് ഹൈറായിട്ട് മാറുക എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. നോമ്പ് എന്തല്ല എന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നോമ്പ് എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. നോമ്പ് എന്തല്ല, ഞാനിത് പറയാൻ കാരണം കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പരാമർശിക്കുന്നത്. നോമ്പ് എന്തല്ല, നോമ്പ് സ്വർഗത്തിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷോർട്ട് കട്ട് അല്ല, നോമ്പ് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. റമദാൻ പുണ്യം നിറഞ്ഞ മാസമാണ്, അതിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ട്. പക്ഷേ ഷോർട്ട് കട്ട് അല്ല. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പിന് മാത്രമായിട്ട് സത്യസന്ധമല്ലാതെ ഭയങ്കരമായ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയിട്ട് നമുക്ക് സ്വർഗത്തിൽ പോയി കളയാം. ജുമാ മാത്രം നമസ്കരിക്കും. ഇത് മറ്റു മതങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലെ അള്ളാഹു നീതിമാനാണ്. അവന്റെ ജഡ്ജ്മെന്റ്, അവന്റെ വിചാരണ എന്ന് പറയുന്നത് ഉദ്ദേശം, സത്യസന്ധത, കോണ്ടെക്സ്റ്റ് എല്ലാം പരിഗണിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്നവരാണ്. അപ്പം നോമ്പ് അങ്ങനെ ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2, നോമ്പിന് ആരോഗ്യവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നോമ്പിന്റെ റിയൽ മീനിങ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റ് നമ്മളെ പുറത്തുള്ള ഏതെങ്കിലും ഒരു സെക്യുലർ ആൾക്ക് കുറച്ചും കൂടി സുന്ദരമായി പറയാൻ വേണ്ടി നോമ്പെടുത്താൽ കുറെ കൂടെ ആരോഗ്യമൊക്കെ നന്നാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ആരാധനകളുടെ പ്രധാന ലക്ഷ്യം ആത്മീയമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അതിനെ നമ്മൾ മറ്റേത് ലക്ഷ്യവുമായിട്ട് ചേർത്ത് വെക്കുന്ന ആദ്യത്തെ നിമിഷം അതിന്റെ എല്ലാ റൂഹും ചോർന്നു പോകും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സുജൂദ് ചെയ്യുമ്പം നട്ടെല്ലിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുജൂദിന്റെ ആ പൊസിഷൻ അള്ളാഹുമായിട്ട് അടുക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അപ്പം നോമ്പിന് പട്ടിണി കിടക്കുന്നതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല, ഭക്ഷണം ഒഴിവാക്കുന്നതായിട്ട് സഫർ ചെയ്യുന്നതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന് കാണാൻ പറ്റും. പല മതങ്ങളിലും പണ്ട് ചില മതങ്ങളിലൊക്കെ ദൈവവുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തത്തിനെ പീഡിപ്പിക്കുന്ന ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ചടങ്ങല്ല നോമ്പ് എന്ന് കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ ഖുർആനില് റമദാനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസില് നോമ്പുകാരന്റെ 2 സന്തോഷങ്ങളിൽ ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോഴാണ്. അപ്പൊ നോമ്പ് തുറക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്ര മോശം പരിപാടിയല്ല. ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാത്തതും പട്ടിണി എന്നതുമായിട്ട് നോമ്പിന് പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നോമ്പിനൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറെ കൂടെ ഉപകാരപ്പെടുന്ന ഒരു ഹദീസ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുറെ അധികം ആളുകൾക്ക് നോമ്പിലൂടെ വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമാണ് ആ പറയുന്നത്. കുറെ അധികം ആളുകൾക്ക് നോമ്പിലൂടെ വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. അപ്പൊ വിശപ്പും ദാഹവും അല്ല കിട്ടേണ്ടത്,
ആ മറ്റൊന്നാണ് കിട്ടേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ കഴിഞ്ഞ നോമ്പുകൾ, ഒരു നോമ്പ് കഴിയുമ്പം നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ് ആ ഫീലിംഗ്? പട്ടിണി കടന്നത് മാത്രമാണോ, അതോ ഉള്ളിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ആ മറ്റൊന്ന് എന്താണ് എന്ന അന്വേഷണം വളരെ പ്രസക്തമാണ് എന്ന് കാണാൻ പറ്റും. ഇതിനെ വെച്ചുകൊണ്ട് ആരാധനകളുടെ ഈ ഒരു ബേസ് വെച്ചുകൊണ്ട് എന്താണ് റമദാൻ എന്ന് ആലോചിച്ചാൽ നമുക്ക് എത്ര സുന്ദരമാണ് റമദാൻ എന്ന് മനസ്സിലാക്കും. റമദാൻ എന്ന് പറയുന്നത് 11 മാസവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു മാസമല്ല. 11 മാസത്തിലേക്ക് നമ്മളെ തയ്യാറാക്കുന്ന ഒരു മാസമാണ് റമദാൻ. ഇത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ 11 മാസത്തിലേക്കുള്ള അള്ളാഹുവിന്റെ സുന്ദരമായ ട്രെയിനിങ് ആണ് ഒരു മാസം നടക്കുന്നത്. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോമ്പെടുക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൽ എന്താണ് അതിന്റെ ലക്ഷ്യം? നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. എന്തിനാണ്? ലക്ഷ്യം. അത് മാർഗമാണ്. എന്താണ് ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യം തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ തഖ്വ എന്താണ് എന്നറിയാതെ ഒരാൾ നോമ്പെടുത്താൽ എന്തായിരിക്കും സ്ഥിതി? തഖ്വ എന്താണ്? തഖ്വ ഇസ്ലാമിലെ ബേസിക് ആയിട്ടുള്ള ഈമാന്റെ കൂടെ നമ്മൾ ചേർത്ത് നിരന്തരം പഠിക്കേണ്ടുന്ന, ഖുർആനിൽ കുറെ ഏറ്റവും അധികം പറയുന്ന ഒരു മൈൻഡ് സെറ്റ്, ഒരു ക്യാരക്ടർ ആണ് തഖ്വ. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധമാണ്. പ്രതിരോധം, എന്തിനെങ്കിലും നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നതിനെയാണ് തഖ്വ. ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവാണ് തഖ്വ. അള്ളാഹുമായിട്ടുള്ള ഭക്തിയാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു സാധനത്തിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവാണ് തഖ്വ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈമാൻ ഉണ്ടായാൽ ആ ഈമാൻ നിലനിൽക്കണമെങ്കിൽ തഖ്വ വേണം. ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ എപ്പം നിലനിൽക്കാൻ ശ്രമിച്ചാലും അപ്പം നമുക്ക് പുറത്തു നിന്ന് പ്രലോഭനങ്ങൾ ഫീൽ ചെയ്യും. നമ്മൾ രാവിലെ സുബഹിക്ക് എണീക്കാൻ നോക്കി നോക്കുക, മറ്റു വല്ല പാർട്ടിക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൂർ പോകാനോ ഒക്കെ രാവിലെ എണീക്കാൻ നോക്കിയാൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് എണീക്കാൻ കഴിയും. പക്ഷെ സുബഹിക്ക് വേണ്ടി നമ്മൾ എണീക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രഷർ പുറത്തുനിന്ന്, ഒരു പുള്ള്, വേറെ തന്നെ ഒരു പ്രലോഭനം നമുക്ക് ഫീൽ ചെയ്യും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അള്ളാഹ് തന്നെ ഭൂമിയെ ഡിസൈൻ ചെയ്തത് നമ്മളെ ഒരു ട്രയൽ ആയതുകൊണ്ട് തന്നെ, ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പ്രലോഭനങ്ങൾ. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ എപ്പം നിൽക്കാൻ നോക്കിയാലും അതിന് പുറത്ത് നിന്നും പുള്ളി ചെയ്യുന്ന ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവാണ് തഖ്വ. എന്ന് പറഞ്ഞാൽ ഈമാനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളെ ക്യാരക്ടറാണ്, ഒരു കവചമാണ് തഖ്വ എന്ന് കാണാൻ കഴിയും. അപ്പൊ നോമ്പിലൂടെ നമ്മൾ എന്താണ് നേടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നോമ്പിന് മുന്നേ നമുക്ക് എത്ര ഉണ്ടായിരുന്നോ തഖ്വ, അതിനേക്കാൾ ഒരളവ് കൂടുതൽ, ഒരു പെർസെൻറ്റേജ് കൂടുതൽ നോമ്പിൽ നേടുക എന്നുള്ളതാണ് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി എങ്ങനെയാണ് തഖ്വ നേടുക എന്നത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോമ്പിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് നമ്മൾ തഖ്വ നേടുക? തഖ്വ ഒരു സ്വഭാവമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വ ഒരു ലിബാസ് പോലെയാണ്. ലിബാസ് എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. വസ്ത്രം നമ്മുടെ മുന്നിലാണ് ഉണ്ടാവുക. എല്ലാത്തിൽ നിന്നും നമ്മളെ ഒരളവിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളെ കവർ ചെയ്യുന്നത് നമ്മളെ ലിബാസാണ്. അതുപോലെയാണ് തഖ്വ, നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വഭാവമാണ്. എങ്ങനെയാണ് തഖ്വ നേടുക? തഖ്വ എങ്ങനെ നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനെയും അള്ളാഹുവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ സ്വന്തം മനസ്സിനെ പരിശീലിക്കുന്നതിലൂടെയാണ് നമ്മൾ തഖ്വ നേടുക. എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ, ചെറിയ കാര്യങ്ങളെ വലിയ കാര്യത്തിന് വേണ്ടി ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തഖ്വ കിട്ടുക. അവിടെ ഒന്നാമത്. രണ്ടാമത്, അള്ളാഹുമായിട്ട് നമ്മൾ വല്ലാതെ അടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ തഖ്വ കിട്ടുക. മൂന്നാമത്, നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാവുക. നിഷ്കളങ്കമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മകളും തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ പ്യുവർ ആവുമ്പോഴാണ് നമുക്ക് തഖ്വ കിട്ടുക. ഈ മൂന്നും നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് റമദാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. റമദാൻ ഇതിനെ വെച്ച് നോക്കുമ്പം വളരെ ലോജിക്കലായിട്ട് നമ്മളെ തഖ്വ പരിശീലിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് കാണാൻ പറ്റും. റമദാനിൽ എന്താണ് അള്ളാഹു ചെയ്യുന്നത്? അള്ളാഹു റമദാനിൽ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാവിലെ നമ്മളോട് ഒരു പ്രത്യേക സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറയുന്നു. ആ സമയം കൃത്യം ആ സമയത്ത് തന്നെ കഴിക്കാതിരിക്കണം. നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു കുറെ മുന്നേ ഭക്ഷണം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതേപോലെ അള്ളാഹു പറഞ്ഞ ആദ്യ സെക്കൻഡിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈമാൻ കൂടിയിട്ട് ഒരു ഇശാക്ക് ശേഷം ഭക്ഷണം കഴിച്ചു കളയാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ വിഷയം ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാത്തതും അല്ല.
അള്ളാഹു പറഞ്ഞ സമയത്ത് കഴിക്കുന്നതും അള്ളാഹ് പറഞ്ഞ സമയത്ത് കഴിക്കാതിരിക്കുന്നതുമാണ് നോമ്പ്. കഴിക്കുന്നതും കഴിക്കാത്തതും അപ്പോൾ നോമ്പാണ്. എന്താണ് അവിടെ ട്രെയിൻ ചെയ്യുന്നത്, എന്താണ് അവിടെ പരിശീലിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണയാണ് അവിടെ പരിശീലിക്കുന്നത്. അനുസരണ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തഖ്വ എന്ന് പറഞ്ഞാൽ ആ നോമ്പിന്റെ മാസം കഴിഞ്ഞ് നമ്മൾ ബാക്കി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എവിടെ അള്ളാഹു പറയുന്നത് എപ്പം പറഞ്ഞാലും ആ സെക്കൻഡിൽ എന്തും ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹ് പറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ആ പറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു നാടകമല്ല, ഏതോ ഇല്ലോജിക്കലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെയും കഴിക്കാതിരിക്കുന്നതുമല്ല. പ്രതീകാത്മകമായിട്ട് അനുസരണം നമ്മൾ പരിശീലിക്കുകയാണ് ചെയ്യുന്നത്, സിംബോളിക് ആയിട്ട് ചെയ്യുന്നത് എന്ന് കാണാം. രണ്ടാമത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ പല സാധനങ്ങളും നമ്മളെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചു തന്ന സാധനങ്ങൾ പോലും അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കാൻ പറയാണ്. അതും ഒരു പരിശീലനമാണ്. എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പലതും ഒഴിവാക്കാനുള്ള പരിശീലനമാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാൻ പറ്റും. മൂന്നാമത്, നോമ്പ് ചെയ്യുന്നത് തീവ്രമായി അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചവൻ എന്ന ഒരൊറ്റ ഫോക്കസിൽ മാത്രം അള്ളാഹു നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഉള്ളു കാലിയായി മനസ്സ് കാലിയാവുമ്പോൾ അവിടെ അള്ളാഹു വന്ന് നിറയുന്ന സുന്ദരമായ ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ആക്ച്വലി നോമ്പിൽ നടക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പം നോമ്പ് എന്ന് പറയുന്നത് ഇത്രയും സുന്ദരമായി തഖ്വ, നോമ്പിന് അവസാനം നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ആ രാവിലെ കഴിഞ്ഞ് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് തഖ്വയുടെ ഇൻക്രീസ് ആണ്, തഖ്വയുടെ ഇൻക്രിമെന്റ് ആണ്. തഖ്വ കൂടി എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ആ നോമ്പ് സക്സസ്ഫുൾ ആകുക എന്ന് കാണാൻ കഴിയും. അതേപോലെ നിങ്ങൾ റമദാന്റെ ബെനിഫിറ്റ് നോക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് തഖ്വ നേടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അള്ളാഹുവുമായിട്ട് അടുക്കുമ്പോഴാണ് തഖ്വ നേടുക. നോമ്പ് അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള ധാരാളം അവസരങ്ങളാണ് നോമ്പിൽ. അതേപോലെ നോമ്പിലൂടെ ഈമാനൻ വഹ്തിസാബൻ, ഒരാൾ ഈമാനോടുകൂടി നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്തിനാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്? തഖ്വ കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് തഖ്വയാണ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ നോമ്പും തഖ്വയും ഈ രണ്ടുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത് നോമ്പ് ഒരു പരിചയാണ്, നോമ്പ് ഒരു പരിചയാണ്, തഖ്വയും ഒരു പരിചയാണ്. ഞാൻ പറഞ്ഞ പോലെ തഖ്വ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അതിനാൽ മോശം വാക്കുകൾ പറയരുത്, അറിവ് കേട് പ്രവർത്തിക്കരുത്, ആരെങ്കിലും ചീത്ത പറയുകയോ അക്രമം കാണിക്കുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മളൊരു പ്രലോഭനം വരികയാണ്, ആ പ്രലോഭനത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോമ്പിലൂടെ ശീലിക്കുകയാണ്, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇല്ലോജിക്കലായിട്ട് മനസ്സിലാക്കിയാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് മാത്രമാണ് ഒരാൾ നമ്മൾ എന്തെങ്കിലും മോശം പറഞ്ഞാൽ നോമ്പുകാരനാണ് എന്ന് പറയേണ്ടതുള്ളൂ എന്നല്ലല്ലോ. നോമ്പ് കഴിഞ്ഞിട്ടും ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് തഖ്വ നമ്മുടെ വളരാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് കാണാം. ഒരു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് തഖ്വ എന്നത് പകല് നോമ്പെടുക്കുന്നതും രാത്രി നമസ്കരിക്കലും അല്ല ആണ്. തഖ്വ എന്നത് പകല് നോമ്പെടുക്കുന്നതും രാത്രി നമസ്കരിക്കലുമല്ല, അത് അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കലും അവൻ പറഞ്ഞത് ചെയ്യലുമാണ് എന്ന് പറയുമ്പം വളരെ കൃത്യമായിട്ട് നോമ്പിലൂടെ എന്താണ് പരിശീലിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇമാം ഗസാലി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും നോമ്പുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണ് തഖ്വ കുറവ് ആ ഭാഗത്തിനാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട. നമുക്ക് ചിലപ്പം നമ്മുടെ തഖ്വ കുറയുന്നത് കണ്ണായിരിക്കും, കണ്ണിന് പ്രശ്നമുള്ള ആൾക്കാർ, നോക്കാൻ പറ്റാത്തതൊക്കെ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല, തഖ്വയുടെ കുറവാണത്. ആ ഭാഗത്തിനാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. ചിലരുടെ പ്രശ്നം ഫിനാൻഷ്യൽ ഏരിയ ആയിരിക്കും, സാമ്പത്തിക മേഖലയായിരിക്കും. സാമ്പത്തിക ഇടപാട് നടത്തിയാൽ എങ്ങനെയും നമുക്ക് വീഴ്ച പറ്റുന്നു, തഖ്വയില്ല, തഖ്വയുടെ ആ ഡിഫെൻസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗത്തിന് നോമ്പെടുക്കുക എന്നുള്ളതാണ്. നാക്കായിരിക്കും ചിലവരുടെ പ്രശ്നം. അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണോ തഖ്വയുടെ കുറവ് ആ ഭാഗത്തിന് നോമ്പെടുത്ത് തഖ്വ കൂട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ എന്ന് ഇമാം ഗസാലി ഇവിടെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് റമദാൻ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ബേസ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ കുറെ കൂടെ ലോജിക്കലായിട്ടും കുറെ കൂടെ നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിലും
നമുക്ക് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും, അതിനെ നമുക്ക് പിന്നെ എന്താണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. റമദാന്റെ ഒരു പ്രശ്നം, പലപ്പോഴും റമദാന്റെ ഒരു പ്രശ്നം, നമുക്ക് റമദാനിന്റെ ആത്മീയത പലപ്പോഴും ഈ ഗൾഫ് നാടുകളൊക്കെ, നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആത്മീയത പലപ്പോഴും ഫീൽ ചെയ്യുന്നത് രാത്രി തറാവീഹ് വളരെ നല്ലൊരു കാര്യന്റെ നല്ല കിറാത്തൊക്കെ കേൾക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് റമദാന്റെ ആത്മീയത ഫീൽ ചെയ്യാം. രാവിലെ നമ്മൾ പലപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും, നിഷ്ക്രിയരായിരിക്കും, പലപ്പോഴും ഉറങ്ങി തീർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വല്ലാണ്ട് ഉള്ളിലേക്ക് വലിയുന്ന, നോമ്പല്ലേ കുറച്ച് പണി കുറച്ച് ചെയ്ത് കളയാം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തഖ്വ ട്രെയിനിങ്ങുമായി നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചരിത്രത്തിൽ ഇസ്ലാമിൽ ബദർ യുദ്ധം നടക്കുന്നത് റമദാനിൽ. ഇത് പറയാനുള്ള എളുപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് റമദാനിൽ ബദർ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് ശരിക്കും ഏറ്റവും ആത്മീയത നോമ്പിന്റെ ഫീൽ ചെയ്യേണ്ടത് നോമ്പെടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി ആ ഭക്ഷണം ഒഴിവാക്കുന്ന ആ സന്ദർഭത്തിലാണ്. ആ സമയത്ത് നമ്മൾ ആൾക്കാരായിട്ട് ബന്ധപ്പെടണം. പള്ളിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തഖ്വ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, പുറത്തിറങ്ങണം, ആൾക്കാരായിട്ട് ബന്ധപ്പെടണം, ആൾക്കാരോട് സംസാരിക്കണം. അവർക്ക് നമ്മളുടെ പിന്നെ ഇന്റേണൽ ബ്യൂട്ടി അവർക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ക്യാരക്ടറിന്റെ ബ്യൂട്ടി റമദാനിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും എന്ന് കാണാൻ പറ്റും. നോമ്പിന്റെ രാവിലെയാണ് നമ്മൾ ഏറ്റവും ആക്റ്റീവ് ആവേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവം അത്രയും സുന്ദരമാകുന്ന ആ ടൈമിങ്ങിൽ നമ്മൾ ആക്റ്റീവ് ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് കാണാൻ കഴിയും. ഇനി പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയം ഖുർആനാണ്. ഖുർആൻ റമദാനും തമ്മിൽ അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്, രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം. എന്താണ് ഖുർആനും റമദാനും തമ്മിലുള്ള ബന്ധം? ഇസ്ലാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സങ്കടവും സന്തോഷവും വരുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് ആദ്യം അവനുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മള് പെരുന്നാൾ ഏറ്റവും സന്തോഷമുള്ള സന്ദർഭമാണ്, പക്ഷെ ആദ്യം ചെയ്യുന്നത് നമസ്കരിക്കലാണ്, ഈദ്ഗാഹിൽ പോയിക്കൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്തഹിന്റെ സമയത്ത് ആദ്യം ചെയ്തത് പിന്നെ സുജൂദ് ചെയ്ത് കൊണ്ട് അള്ളാഹുവിനെ അടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. ഖുർആൻ നമുക്ക് ലഭിച്ചു, ഖുർആൻ ഒരു അനുഗ്രഹമായി നമുക്ക് ലഭിച്ചു എന്നതിലപ്പുറം ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നടക്കാനില്ല. അപ്പൊ നമ്മള് ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുക. അപ്പൊ അള്ളാഹ് നമ്മളോട് പറയുകയാണ് നീ നോമ്പെടുക്കുക എന്നുള്ളത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരെങ്കിലും ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അവൻ നോമ്പെടുക്കണ്ടേ. നമ്മുടെ സന്തോഷം, നമ്മുടെ ശുക്ർ നമ്മൾ കാണിക്കുന്നത് നോമ്പിലൂടെയാണ് എന്നതാണ് ഖുർആനും റമദാനും തമ്മിലുള്ള ബന്ധം. അതിലും അപ്പുറമുള്ള മറ്റൊരു ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ദൈവവുമായിട്ട്, ഒരു സൃഷ്ടാവുമായിട്ട് ഏറ്റവും അടുത്ത മാസമാണ്, വഹിയിലൂടെ അടുത്ത മാസമാണ് റമദാൻ. ആകാശവും ഭൂമിയും ഒക്കെ ഒന്നായ മാസം. റമദാനിനോളം ആത്മീയത നിറഞ്ഞൊരു മാസത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് പലപ്പോഴുമുള്ള പ്രശ്നമാണ്, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുശൂ ഇല്ല, പല ആലോചനകള്, തോട്ട്സ്, ചിന്തകളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങൾ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയും ആത്മീയത നിറഞ്ഞ നോമ്പിന് നമസ്കാരത്തിന്റെ ഫോക്കസ്, കോൺസെൻട്രേഷൻ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കുക. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് സാധിക്കുന്ന ഒരു മാസമായിരിക്കും നോമ്പ്. പലപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പം ഖുർആൻ മനസ്സിലാകുന്നില്ല, അതിന്റെ ആശയം മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഖുർആനിന്റെ പിന്നെ വായിച്ചു തുടങ്ങുമ്പം നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങുന്നില്ല. നിങ്ങൾ റമദാനിൽ ശ്രമിച്ചു നോക്കുക. റമദാനിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും സുന്ദരമായിട്ട് നമുക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന മറ്റൊരു മാസത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഖുർആനുമായിട്ട് ബന്ധം വെച്ച് തുടങ്ങുന്ന മാസമായി നമ്മൾ റമദാനിനെ മാറ്റണം. പലപ്പോഴും നമ്മൾ ഖുർആൻ ഓതി തീർക്കുന്ന മാസമായിട്ടാണ് റമദാൻ. ഇത് നല്ല ഹൈറാണ്, കാരണം അതൊരു ടാർഗറ്റ് വെച്ച് തീർക്കുന്നതാണ്. പക്ഷേ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, വായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ, ട്രാൻസ്ലേഷൻ ഒക്കെ വായിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു ഇത്രയും സ്നേഹത്തോടെ ഒരു ഗ്രന്ഥം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇറക്കി തന്നിട്ടും ഒരു വട്ടം പോലും 40, 50, 30 വയസ്സായ നമ്മള് ഒരു വട്ടം പോലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോയി അള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഖുർആൻ ഓതി തുടങ്ങുന്ന മാസമായിട്ട് ഈ റമദാനിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഖുർആനുമായിട്ട് നമ്മൾ എന്തായാലും റമദാനിൽ ബന്ധം വെക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ ഖുർആൻ ഓതുന്ന ഒരു സ്പെസിഫിക് ടൈം തീരുമാനിക്കുക.
എന്നിട്ട് അതൊരു ശീലമാക്കി പിന്നെ 11 മാസത്തിലേക്കും അത് കൊണ്ടുപോയി. ഇശാക്ക് ശേഷമാകാം, ജോലിക്ക് പോകുന്നതിന് മുന്നേ ആകാം, ജോലി വന്നതിന് ശേഷമാകാം. എന്തായാലും നമ്മൾ വലിയൊരു എഫേർട്ട് എടുക്കുന്നതാണ് അതുമായി ബന്ധപ്പെടാൻ. അതിനൊരു സ്പെസിഫിക് ടൈം തീരുമാനിച്ചിട്ട് അതൊരു ശീലമായി ഖുർആൻ ഓതി തുടങ്ങുന്ന ഒരു മാസമായിട്ട് റമദാനെ തീർക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്നുള്ളതാണ്. ഖുർആനും തഖ്വയും തമ്മിലുള്ള ബന്ധവും വളരെ പ്രധാനമാണ്. തഖ്വയുടെ എല്ലാ സോഴ്സും ഖുർആനാണ്. ഖുർആനിൽ നിന്നാണ് നമുക്ക് എല്ലാ സോഴ്സും കിട്ടുന്നത് എന്ന് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോമ്പ്, റമദാൻ നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുന്നേ, റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് 23 days ആണ് നമുക്ക് ഒരു ശീലം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു പുതിയ ശീലം ഉണ്ടാക്കാൻ 23 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം ആവും. റമദാനില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാനിൽ മാത്രമാകുന്ന ഒരു നാടകമായിട്ട്, ഒരു അർത്ഥമില്ലാത്ത കാര്യമായി നമ്മൾ ചെയ്യരുത്. എല്ലാം നമുക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യാൻ കഴിയില്ല. ധാരാളമായിട്ട് റമദാനിൽ നമുക്ക് കൂടുതലായി ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ബേസിക് ആയിട്ടുള്ള കുറെ ശീലങ്ങൾ, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരം, ഇത്തരം ശീലങ്ങൾ നമ്മൾ തുടരുന്ന ഒരു കണ്ടിന്യൂസ് ആയി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക. 1. 2, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നോമ്പായി റമദാനായി റമദാൻ മാറ്റുമെന്ന് നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ചിലപ്പോൾ ഇത് അള്ളാഹു നമുക്ക് തരുന്ന അവസാനത്തെ റമദാനാകാം, നമുക്കറിയില്ല. പഠിച്ചവന്റെ എന്താണ് ഖദർ എന്ന് നമുക്കറിയില്ല. ചിലപ്പം അള്ളാഹു അവന്റെ കൈ നീട്ടുന്ന അവസാനത്തെ അവസരമാകാം ഈ നോമ്പ്. ഈ നോമ്പിനെ സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന രീതിയിൽ, അള്ളാഹുവുമായിട്ട് ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഉള്ള നോമ്പാക്കി മാറ്റുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. 3, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാനിന്റെ ലക്ഷ്യം തഖ്വ നേടലാണ്. അപ്പൊ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് നമ്മുടെ തഖ്വയുടെ സ്റ്റാറ്റസ് നമ്മൾ അനലൈസ് ചെയ്യുക. എന്താണ് നമ്മുടെ തഖ്വയുടെ സ്ഥിതി ഇന്ന്? നമ്മുടെ ഏത് അവയവത്തിനാണ് തഖ്വയുടെ കുറവ്? അങ്ങനെ ഒരു 5 കാര്യങ്ങളെങ്കിലും, 5 ഏരിയാസ്, 5 ക്യാരക്ടേഴ്സ്, 5 കാര്യങ്ങളെങ്കിലും നമ്മൾ നോമ്പിന് മുന്നേ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നമ്മളെ കുറവുകൾ എന്താണ് എന്നുള്ളത്. കുറവുകൾ സമ്മതിക്കണമെങ്കിൽ സത്യസന്ധത വേണം, ഉള്ളിലേക്ക് നോക്കാനുള്ള ധൈര്യം വേണം. അങ്ങനെ ഉള്ളിലേക്ക് നോക്കി റമദാനിന് മുന്നേ മിനിമം ഒരു 5 കാര്യങ്ങളെങ്കിലും, അത് ജമാഅത്ത് നമസ്കാരങ്ങളാകാം, അത് കറക്റ്റ് ആക്കാനുള്ള പരിപാടിയാകാം, പിന്നെ സുന്നത്ത് വർദ്ധിപ്പിക്കുന്നതാകാം, ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതാകാം, ആൾക്കാരോട് പെരുമാറുമ്പം ഗീബത്ത് പറയാതിരിക്കുക എന്നുള്ളതാകാം, നമ്മള് ആൾക്കാരോട് ചിരിക്കുന്ന ഒരു സ്വഭാവമാകാം. എന്തായാലും ഒരു 5 കാര്യങ്ങൾ, നമുക്ക് തഖ്വയുടെ കുറവുള്ള ഒരു 5 കാര്യങ്ങൾ, 5 ഏരിയാസ് നമ്മൾ ഡിസൈഡ് ചെയ്യുകയും നോമ്പിലൂടെ ആ ഏരിയാസിന് സ്പെസിഫിക് ആയിട്ട് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഏരിയാസിന്റെ കുറവിനെ ഈ നോമ്പിന്റെ 30 ദിവസം കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് മാറ്റുകയും, ഏറ്റവും ഇമ്പോർട്ടന്റ്, നോമ്പ് കഴിഞ്ഞുള്ള ഒരു മാസം നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുക. നമുക്ക് നോമ്പിന് മുന്നേ ഉള്ളതിനേക്കാൾ ആ ഏരിയാസിൽ കുറച്ചും കൂടി തഖ്വ കൂടിയിട്ടുണ്ടോ, നമ്മൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇതാണ് 3ാമത്തെ കാര്യം. 4, എല്ലാ ഫോക്കസും അള്ളാഹുവിൽ എന്നതാണ് റമദാന്റെ ബേസിക് തിയറി. അതുകൊണ്ടാണ് ഭക്ഷണം, സാധാരണ നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം പോലും അള്ളാഹു ഒഴിവാക്കാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അടിസ്ഥാന ആവശ്യം, ബേസിക് കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് നീ എന്നെ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ബേസിക് കാര്യം അള്ള പറഞ്ഞ ആ 2-3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളേതായ കുറെ ഡിസ്ട്രാക്ഷൻസ് അതിലെന്ത് ചെയ്യാണ്, അതില് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ധാരാളം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആ ജീവിതത്തിൽ വരുന്ന ഈ ഡിസ്ട്രാക്ഷൻസിനെ കൂടെ മാറ്റിക്കൊണ്ട് ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് റമദാൻ. അതിലെല്ലാ ശ്രദ്ധയും അള്ളാഹുവിന് മാത്രമാകണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യരോട് സ്നേഹമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആ പ്രവാചകൻ ഒരു ശാപപ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ ഒരു വിഷയം, റമദാൻ വന്നിട്ടും ഒരാൾക്ക് പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ എത്രത്തോളം നഷ്ടമാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു സംഭവം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റമദാൻ പാപമോചനത്തിനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അള്ളാഹുവിനോട് രാവിലെയും രാത്രിയും ഒക്കെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചത്, നമ്മുടെ സംസാരം കാരണം ആൾക്കാരെ ബുദ്ധിമുട്ടിയത്, നമ്മുടെ ഇടപാടുകൾ കാരണം, നമ്മുടെ നോട്ടം കാരണം, പ്രശ്നമായ കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, വീഴ്ചകൾ സത്യസന്ധമായി വിലയിരുത്തുകയും
അള്ളാഹുവിനോട് ഒരു കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് ആ നോമ്പിന്റെ രാത്രിയും പകലുകളിലും നമ്മൾ അള്ളാഹുവിന് പാപമോചനം തേടുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു പിന്നെ നമ്മളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാനവാസ് സാഹിബ് പിന്നെ നിങ്ങളെ വീഡിയോ ഒന്ന് പോയിന്, അത് എന്തി പറ്റിയെന്നാവും? നിങ്ങളെ വീഡിയോ ഞങ്ങൾ ഒരു കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വീഡിയോ സ്റ്റോപ്പ് ആയി. ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പോ ഞാൻ തുടക്കം മുതൽ പറഞ്ഞതുപോലെ അതിന്റെ ഒരു സമ്മറി ആയിട്ട് പിന്നെ ഇതിന്റെ ഒരു ടേക്ക് അവേ, ക്ലാസിന്റെ ടേക്ക് അവേ എന്ന അർത്ഥത്തില് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും നല്ല പിന്നെ എന്താണ് ഏറ്റവും സുന്ദരമായി നമ്മുടെ ജീവിതത്തിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മാറ്റിമറിക്കാനുള്ള ടൂൾസ് ആണ് ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും. അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അർത്ഥമില്ലാതെ നമുക്ക് തന്നെ ഒരു ലോജിക്ക് ഫീൽ ചെയ്യാതെ നമ്മൾ അതിനെ ഒരു ചടങ്ങ് പോലെ കൊണ്ടു നടക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. ആരാധനകളുടെ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ആരാധനകളെ ഒരു മീൻസ് ആയിട്ട്, അതിന്റെ മാർഗമായിട്ട് നമ്മൾ എന്താണ് ഒന്നുകൂടി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. പഠിച്ചോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ. പഠിച്ചോ നമുക്ക് ഈ റമദാനിലൂടെ കുറെ കൂടെ തഖ്വ കൂടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യവും ഈമാനും സത്യസന്ധതയൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ നോമ്പിലൂടെ അവനിഷ്ടമില്ലാത്ത നമ്മുടെ സ്വഭാവങ്ങൾ, വീഴ്ചകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നോമ്പിനെ ഉപയോഗിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ഈ നോമ്പിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും സ്വർഗം നേടാനുള്ള ഒരു അവസരമാക്കി കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا رب العالمين. السلام عليكم. Ameen. Walaikum assalam wa rahmatullah. And Jazakallah khairan, ഷാനവാസ് സാഹിബ്, for reminding us about the purpose of Ramadan and how to make best use of this Ramadan. പിന്നെ അടുത്തത് നമുക്ക് Q&A സെഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ ഇടാതാണ്. പിന്നെ നമുക്ക് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how do I change my mindset to receive Ramadan? Can you give some simple tips to make this month more productive? ഓക്കെ. ഞാന് അത് ഓൾറെഡി എന്റെ സംസാരത്തിന്റെ ലാസ്റ്റ് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ അതിന്റെ ലാസ്റ്റ് പറഞ്ഞ പോലെ ഒന്നും കൂടി ഞാനൊന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നമുക്ക് റമദാൻ ഒരു ട്രെയിനിങ് ആയിട്ട് നമുക്ക് മനസ്സിലാവുകയും ആ പീരിയഡ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പീരിയഡിലൂടെ ചില സ്വഭാവങ്ങൾ, അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 സ്വഭാവങ്ങൾ നമ്മൾ അതിലൂടെ പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ റമദാനിന് ശേഷം ആ റമദാൻ ഉപകാരപ്പെട്ടു എന്ന രീതിയിൽ ഒരു അനാലിസിസ് നടത്താൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിന് ഈ സമയം റമദാനിലേക്ക് ഒരാഴ്ചയിൽ കുറവുള്ളൂ. ഈ സമയം അതേപോലെ തന്നെ റമദാന്റെ സമയം, റമദാൻ കഴിഞ്ഞിട്ടുള്ള സമയം, ഈ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു അനാലിസിസ് പീരീഡ് ആയിട്ട് മാറ്റിയാലേ അത് കഴിയുള്ളൂ. പിന്നെ മെയിൻലി ഞാൻ ആ പറഞ്ഞൊരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലുണ്ടാകണം. ഈ എന്താണ് റമദാന്റെ ലോജിക് എന്നുള്ളതിൽ ഫോക്കസ് അള്ളാഹുവിലാകാൻ വേണ്ടിയിട്ടാണ് ബേസിക് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്. അപ്പൊ നമ്മള് അള്ള പറഞ്ഞ ബേസിക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളേതായ കുറെ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവന്നാലും റമദാനിൽ നമുക്കത് ഉപകാരപ്പെടും. ആൻസർ ചെയ്തെന്ന് വിചാരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളത്, if my taqwa is not increasing due to fasting, what should I do? എങ്ങനെ? Can you repeat please? If my taqwa is not increasing due to fasting, what should I do? അല്ല, തഖ്വ കൂടുക എന്നുള്ളത്, തഖ്വ ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് അള്ളാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹ. ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ചാലഞ്ച് അള്ളാഹു എന്ത് ചെയ്യൂല, അവന്റെ ജീവിതത്തിൽ ഇട്ട് കൊടുക്കൂല. അപ്പൊ നമുക്ക് അള്ള പറഞ്ഞ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ നിയമം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ ശ്രമിക്കാത്തതിന്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കും. അതാണ് പിന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗർബല്യമായിരിക്കും, ഓരോ ഏരിയകളായിരിക്കും. ചില ആൾക്കാർ നമസ്കാരത്തിന് ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ വർത്താനം പറയുമ്പം എല്ലാ ആത്മീയതയും അവിടെ ഇല്ലാതെ. ആ ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നന്നാന്നില്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ളത്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ തഖ്വ പാലിക്കുക എന്നതാണ്.
പക്ഷെ ആ മാക്സിമത്തിന്റെ ഡെഫിനിഷൻ അള്ളാഹുവിന്റെ ഒന്നിച്ച് നമ്മൾ ഒരു സത്യസന്ധമായിട്ട് വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടുന്ന ഒന്നാണ്. നോമ്പിലൂടെ ഇൻഷാല്ലാ അത് പിന്നെ തക്കവ വർദ്ധിക്കേണ്ടതാണ്. വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും അനലൈസ് ചെയ്യുക എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈസ് ദർ എനി സ്പെഷ്യൽ റിവാർഡ് ഫോർ ഫിനിഷിംഗ് ഖുർആൻ ഇൻ 30 days? ഖുർആൻ അങ്ങനെ 30 ദിവസം കൊണ്ട് തീർക്കുന്നതിനെ കുറിച്ച് പിന്നെ ഇനിയും നോക്കണം. ഞാൻ നോക്കിയെടുത്തോളം ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം വെക്കുക എന്നുള്ളതാണ് റമദാൻ. അതേസമയം ഞാൻ പറഞ്ഞത് വളരെ പിന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും 30 ഡേയ്സിൽ എപ്പോഴും തീർക്കുന്ന സ്വഭാവമുള്ളവരാണ് കൊല്ലത്തിലെങ്കിൽ അത് നിർത്തേണ്ട ആവശ്യവുമില്ല. അത് ഉള്ളൊരു നല്ല ശീലം നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴെങ്കിലും ടൈം എടുത്തുകൊണ്ട് ഖുർആൻ മൊത്തത്തിൽ എന്താണ് പറയുന്നത് എന്നത് അറിയാതെ ഇരിക്കുന്നത് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അത് ഞാൻ റമദാനുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് റമദാനാണ്. കുറേ ഏരിയ കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ കുറേ ടൈം കിട്ടുന്ന നമ്മുടെ മനസ്സ് റെഡിയാവുന്ന ഒരു സമയമാണ് റമദാൻ. അപ്പൊ റമദാനിൽ നമുക്ക് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റമദാനിൽ ഒരു 2 weeks മുന്നേക്ക് നമ്മൾ ഇത് തുടങ്ങിയാൽ സൂറ ഫാത്തിഹ മുതൽ തുടങ്ങുകയാണെങ്കിൽ റമദാനിൽ നമുക്ക് ഒരു 40-45-50% കവർ ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റമദാനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ബാക്കി നമ്മൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം അതുമായി ബന്ധപ്പെട്ട് ഓതി തീർക്കുന്നതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഞാൻ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പക്ഷേ അള്ളാഹിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് നമ്മളെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിന്നെ എബിലിറ്റി നമ്മളെല്ലാം വെച്ചുകൊണ്ട് ഈ പറഞ്ഞത് എന്താണ് എന്ന് എനിക്ക് ഒരു വട്ടം പോലും അറിയില്ല, എന്തുകൊണ്ട് വായിച്ചില്ല എന്ന് പഠിച്ചോൻ ചോദിക്കുമ്പോൾ നമുക്കിത് മറുപടി ആയിട്ട് പറയാൻ കഴിയുമെന്ന് നമ്മൾ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഡിഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാവ് എനി റൂട്ടീൻ ഡ്യൂറിംഗ് റമദാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഒരു റൂട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ശരിക്ക് റമദാനില് ഏറ്റവും കൂടുതൽ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം പ്രവാചകന്റെ പല സ്ഥലത്തും കൂട്ടിയതായിട്ട് കാണാൻ കഴിയും. മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം. ബാക്കി ആരാധനാ കർമ്മങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. പ്രവാചകൻ ഓൾറെഡി നോമ്പല്ലാത്ത സമയത്ത് തന്നെ ആരാധനകളിൽ തഹജ്ജുദ് ഇതൊക്കെ പ്രവാചകൻ. പക്ഷെ റമദാനിൽ സ്പെസിഫിക് ആയിട്ട് നമ്മളിങ്ങനെ കുറെ പ്രവാചകന്റെ റൂട്ടീൻസ് വായിക്കുമ്പോൾ മനുഷ്യരുമായിട്ട് വല്ലാതെ ബന്ധപ്പെടുന്ന പിന്നെ എല്ലാം ഓപ്പൺ അപ്പ് ആകുന്ന ഉള്ളത് കൊടുക്കുന്ന കൂടെ തുറന്ന മനസ്സുള്ള ഒരു പ്രവാചകനെ നമുക്ക് വായിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് കോട്ട് ചെയ്യാൻ കുറെ കൂടെ പിന്നെ തോന്നിയൊരു കാര്യം അത്. ജസാക്കല്ലാ. നമ്മൾ പലപ്പോഴും കേൾക്കാത്തൊരു പോയിന്റ് ആണ് പിന്നെ മനുഷ്യന്മാരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഇഫ് എ കിഡ് ഏജ്ഡ് 12 years asks why are you fasting, what could be the best answer to give to them? ഞാനത് ഇതിൽ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം എന്നുള്ളതിന് ഞാനത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം പിന്നെ അള്ളാഹ് എന്നത് അവന് ക്ലിയർ ആണ്. അള്ളാഹാണ് നമ്മുടെ ക്രിയേറ്റർ. എല്ലാം അവന്റെ കൺട്രോളിലാണ്. നമുക്ക് ഒന്നുമില്ല എന്ന പോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാല് ആ ക്രിയേറ്ററിനെ ഒബേ ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മളേതായ ഒരു ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തർക്ക് ഉള്ള ബന്ധം വെച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഇങ്ങനെ ശരിക്കും വളരെ ലോജിക്കലായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ അതില് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടികളെ ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തി അള്ളാഹുവിനെയാണ്. അള്ളാഹ് ക്ലിയർ ആയിട്ട് റൂൾസ് പരിചയപ്പെടുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാതെ റൂൾസ് നമ്മൾ പറഞ്ഞാല് നമ്മളിനി എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലി അയാളുള്ളിൽ എന്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആണ്. അപ്പൊ ഈ റമദാനിൽ നമുക്ക് അതൊരു ടാർഗറ്റ്. ഞാൻ നേരത്തെ 5 കാര്യങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് കുട്ടികളോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു മാസമായിട്ട് ഈ മാസത്തിനെ മാറ്റാം. വേണമെങ്കിൽ ഒരു 10 ദിവസം അങ്ങനെ ഒരു ടാർഗറ്റ് ഇട്ടിട്ട് ആ അടുത്ത 10 ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നോമ്പിനെ കുറിച്ചുള്ള അള്ളാഹിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ റിച്വൽസും ഓരോ റൂൾസും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഡ്യൂറിംഗ് റമദാൻ വി ഹാവ് ടു റിസൈറ്റ് ഖുർആൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് സൈഡ് ബൈ സൈഡ്. Won't it be difficult to complete Quran once in 30 days if we also consider understanding the meaning as well? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ടാർഗറ്റ്. ഇപ്പം ചില സഹാബത്തിനെ കുറിച്ച് പറയുന്നത് 5 വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തിട്ടാണ് സൂറ ബക്കറ തീർത്തത് എന്നാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മള്
ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ പിന്നെ ഈ പ്രശ്നമില്ല. നമ്മുടെ നിയ്യത്ത് ആ ഗ്രന്ഥത്തെ കൂടുതൽ, ഖുർആനെ കൂടുതൽ അറിയാനും കൂടുതൽ അതുമായി സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായും വലിയൊരു ടാർഗറ്റ് ആണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അപ്പൊ അതാണ് ഒരാളെ ടാർഗറ്റ് എങ്കിലും മറ്റേതും കൂടെ കൊണ്ടു നടക്കാൻ കഴിയില്ല, തീർച്ചയായിട്ടും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ റമദാനിൽ നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് മുന്നേ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. 30 ദിവസം കൊണ്ട് ഞാൻ 1-2 റമദാൻ എടുത്തിട്ട് ഖുർആൻ മൊത്തം ഓതുന്ന ഒരു ടാർഗറ്റിലേക്ക് വെക്കുന്നതുകൊണ്ട് എന്തില്ല, അത് ഇസ്ലാമികമായിട്ടൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, അള്ളാഹു കൂടുതൽ പിന്നെ പ്രതിഫലം തരാൻ സാധിക്കും. കാരണം നമ്മൾ ഖുർആനെ കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്ന ഒരു മാസമാണ്. അപ്പം ആ ഒരു ടാർഗറ്റ് ക്ലിയർ ആയാൽ മതി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതുവരെ ചാറ്റിൽ ക്വസ്റ്റ്യൻസ് വന്നത്. ഇനിയും ആർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ലാ പിന്നെ നമ്മള് ഒന്നുകൂടിയും ഷാനവാസ് പിന്നെ നന്ദി പറയുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ ടോക്ക് സീരീസിലെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു ഇത്. ഇനിയും എല്ലാ ആഴ്ചകളിലും നമുക്ക് പ്രോഗ്രാംസ് വരാനുണ്ട് ഇൻഷാല്ലാ. അപ്പം അടുത്ത സെഷൻ എന്താ പറയാ, ഇതേപോലെ തന്നെ അടുത്ത ശനിയാഴ്ച ഒരു യൂത്ത് ഫോക്കസ്ഡ് പ്രോഗ്രാം ആണ്. അപ്പം അതിലും നിങ്ങളാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കരുതുന്നു. പിന്നെ ഇൻഷാല്ലാ നമുക്ക് കൺക്ലൂഷന് വേണ്ടി അബ്ദുസ്സമദ് സാഹിബിനെ ക്ഷണിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഖൈർ ഷാനവാസ് സാഹിബ്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോക്ക് ആയിരുന്നു. അൽഹംദുലില്ലാ നമ്മുടെ എല്ലാവർക്കും നല്ല പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും അറിയാം. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പ്രത്യേക താങ്ക്സ്. നമ്മുടെ പാർട്ടിസിപ്പൻസ് അൽഹംദുലില്ലാ നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും വെളിച്ചത്തിന്റെ പ്രോഗ്രാമുകൾ ഉണ്ട് എല്ലാ സാറ്റർഡേസും, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.